കോഴിക്കോട് ഒളവണ്ണയിലെ ഒരു കെട്ടിടത്തിൽ 63 വർഷത്തിലധികമായി തൂങ്ങിക്കിടക്കുന്ന രണ്ടുപേരുടെ കഥയിലേക്കാണ്. നാട് മുഴുവൻ മാറിയെങ്കിലും ഈ രണ്ടു പേർക്കും യാതൊരു അനക്കവുമില്ല. വർഷത്തിൽ ഒരു ദിവസം ഇവരെ നാട്ടുകാർ മാലയണിയിച്ച് ആദരിക്കുകയും ചെയ്യും. ആരാണെന്ന് കണ്ടുവരാം. എല്ലാരും ഉണ്ടല്ലോ. പതിവ് പോലെ കാണാൻ വന്നതായിരിക്കും. കൂട്ടത്തിൽ പുതിയ മുഖങ്ങളുണ്ടല്ലോ. ഇനിയിപ്പോ നമ്മുടെ കഥ അറിയേണ്ടി വരും അല്ലേ? പറയാൻ കുറെ ഉണ്ട്. കൊല്ലം കുറെ ആയില്ലേ? സദാനന്ദാ പറഞ്ഞു വിട്. ഇത് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഇപ്പം എനിക്ക് 73 വയസ്സായി. അന്ന് അഴിഞ്ഞലത്തുനിന്ന് തോണി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് അന്നത്തെ ഞങ്ങൾ കെട്ടി തൂക്കിയതായിരുന്നു. ഇതൊരു കൗതുകത്തിന് വേണ്ടി ആയിട്ട് അന്ന് മുഹമ്മദ് ഹാജിൻ്റെ സമ്മതത്തോടു കൂടി ഇവിടെ കെട്ടി തൂക്കിയത്. ഇത് വലിപ്പം ഇതിൽ തോന്നിയെന്ന്. അപ്പം അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ജോലിയൊക്കെ കുറവാണെന്ന്, തേങ്ങ പൊളിക്കാനൊക്കെ ആദ്യം വരാൻ കാത്തുക്കുക. ആ സമയത്ത് കെട്ടി തൂക്കിയതാണ്. ആ കെട്ടി തൂക്കിയതിൽ പലരും ഇന്ന് വിട്ടുപോയി. അതിപ്പോഴും ഇങ്ങനെ നിലനിന്നായിട്ട് ഇങ്ങനെ പോരുന്നുണ്ട്. ഒരു അതിശയമായിട്ട് ഇങ്ങനെ പോരുകയാണ്. ഇതിപ്പോൾ ചെറുതായി അദ്ദേഹം ഇതിലും വലിപ്പുണ്ട്, ഉണങ്ങിയതുകൊണ്ട്. നാട്ടിൽ പല മാറ്റങ്ങളും വന്നു. പറഞ്ഞ പുഴ തന്നെ ചെറുതായി പോയി. പുഴ ചെറുതായി. ഞങ്ങൾക്ക് പുഴന്ന് കുളിക്കും. ഇപ്പം കുളിയൊന്നുമില്ല. പുഴ അല്ല ചേരി പൂത്തേനി പുഴയിൽ. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ തേങ്ങൻ്റെ ചേരി പൂത്തിയിട്ട് അത് കയറാക്കിയിട്ട് കൊണ്ടുപോയി വിൽക്കും. അതിനൊരു മാർക്കറ്റ് ഉണ്ട്. ഇനി ആ മാർക്കറ്റൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടു. കയർ വ്യവസായത്തിൻ്റെ കേന്ദ്രം ഇനി ഇത്. അത് പിന്നെ എന്തോ ഭാഗ്യത്തിന് കയറ് കൂടി പൊട്ടിയില്ല. 63 കൊല്ലമായിട്ട് ആ കയർ അന്ന് കെട്ടിയ കയർ തന്നെ. ഈ കെട്ടിടമൊക്കെ ഇതുപോലെ അതുപോലെ തന്നെ ഇങ്ങനെ തന്നെയാണ് കെട്ടിടം. അങ്ങനെ തന്നെ. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടോ രമേശാ? ഹാരിസിൻ്റെ അച്ഛനാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 55 വർഷമായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ തൂക്കിയതാണ്. അച്ഛനും അച്ഛൻ്റെ 2 സ്നേഹിതന്മാരാണെന്ന് തൂക്കിയത്. തൂക്കിയ ആളുകളൊക്കെ മരണപ്പെട്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആരും ഇല്ല. പൂത്തണ്ടി ബാബുവേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിനി. ആളിപ്പം ജീവനോടുണ്ട്. ഒരു 10-75 വയസ്സായിട്ടുണ്ടാവും. നമ്മളിവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറെ പേര് നോക്കിയതാണ്. കൊണ്ടുപോയി പൊന്നുപോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവരുണ്ടോ ഇവിടുന്ന്? വിദേശികൾ ഇവിടെ വന്ന് ഒരു സൈക്കിളിൻ്റെ മുകളിൽ 2 സൈക്കിളിൻ്റെ മുകളിൽ 2 ആൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും, അവർ വന്ന് ഇത് നാളികേരം കണ്ട് അതൊക്കെ എടുത്തു പോയി. പിന്നെ അത് വലിയൊരു വൈറലായ സമയത്ത് നമ്മളെ ബോട്ടാനിക്കൽ ഗാർഡന് അതിൻ്റെ ആളുകൾ ഇവിടെ ഒരു കാറിൽ വന്ന് അവർ വന്ന് ഞങ്ങളെ സമീപിച്ചു. ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നല്ല ഭദ്രമായിട്ട് നല്ല ഗ്ലാസിൻ്റെ കൂട്ടിൽ ഇത് സംരക്ഷിച്ചോളാം ബൊട്ടാനിക്കൽ ഗാർഡൻ കൊണ്ട്. അപ്പോൾ പറഞ്ഞ് ഇത് തുറച്ചായിട്ട് കിടക്കുന്ന കാറ്റും വെയിലും മഴയും എല്ലാം കൊണ്ടിട്ടാണല്ലോ ഇത് നിൽക്കുന്നത്. ഇന്നത്തെ ഈ സമയം വരെ ഒരു കുട്ടി പോലും ഇതിനെ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നൊരു സാധനമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ചില്ലിൻ്റെ കൂട്ടിലോ അല്ലെങ്കിൽ മറച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ഇത് പിന്നെ കേടുവരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ എന്നുള്ളവർക്ക് ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും അത് അന്നേരത്തെ ആ ഒരു ചെറിയ കയറിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കി കിടക്കുന്നത്. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ആ ദിനത്തിൽ ഞങ്ങൾ ഇവിടുത്തെ പൗരപ്രമുഖരും അതോടൊപ്പം നാളികേര കർഷകരും എല്ലാവരും ഞങ്ങൾക്ക് അതിന് മാലടലും അതിനെ ഒരു ആദരിക്കുന്ന ഒരു ഇത് കാണിക്കലുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഇവർക്ക് തോന്നുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇവിടെ തന്നെ തൂങ്ങി കിടക്കും. നിങ്ങൾ ഇടയ്ക്കൊക്കെ നമ്മൾ കാണാൻ വരണട്ടോ. ആ പടം പിടിക്കുന്ന ആള് ജോം ടി കെ അല്ലേ? നിങ്ങളുടെ പേര് രാഹുൽ കെ വി, മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് അല്ലേ?